പെസകാപ്പവും പാലും ഉണ്ടാക്കാം. പെസകാപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചരി കുതിർത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, നല്ല നേർമയായിട്ടുള്ള അരിപ്പൊടി ആയിരുന്നാൽ മതി. ഇനി ഞാനൊരു വലിയ ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എടുക്കുന്നതിൻ്റെ പകുതിയാണ് ഉഴുന്നെടുക്കേണ്ടത്. ഇത് ഞാൻ അര ഗ്ലാസ് ഉഴുന്ന് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ലതുപോലെ അരച്ച് അരിപ്പൊടിയിൽ ചേർക്കണം. പിന്നെ നമുക്ക് തേങ്ങ വേണം. നല്ലൊരു വലിയമുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലപോലെ ഇട്ടാലേ നമ്മൾ ഒരുപാട് പുളിപ്പിച്ചല്ലല്ലോ അപ്പം ഉണ്ടാക്കുന്നത്, അപ്പം ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മളൊരു 3-4 ചെറിയ ഉള്ളി വേണം എടുക്കാൻ. ചെറിയ ഉള്ളി ആണെങ്കിൽ ടേസ്റ്റ് വരുള്ളൂ. 2 വെളുത്തുള്ളി, ഒരു ഇച്ചിരി ജീരകം, ഇതെല്ലാം കൂടെ നല്ല മയത്തിൽ അരച്ച് നമുക്ക് അരിപ്പൊടിയിൽ ചേർക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഉഴുന്നും കൂടെ ഒന്ന് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കാം നല്ലതുപോലെ. ഒരുപാട് നീണ്ടു പോകാതെ അരയ്ക്കണം. നമ്മൾ തേങ്ങയും കൂടി അരയ്ക്കുമ്പോഴത്തേന് നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നീണ്ടല്ല ഇരിക്കുന്നത്, ഒരുവിധം ഒരു കുറുകി ഇരിക്കണം. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കില്ല. അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കുക ആദ്യം. പിന്നെ വേണം നമുക്ക് തേങ്ങ അരയ്ക്കാൻ. നല്ല മയത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടിക്കകത്തോട്ട് ചേർക്കാം. നല്ലപോലെ അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ വെള്ളം പിന്നെ വേണമെങ്കിൽ ഒന്ന് കഴുകി മിക്സിക്കകത്തൊന്ന് എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെയും ചേർക്കാം. നമ്മൾ ഈ പെസക അപ്പമൊക്കെ പുളിപ്പിക്കാത്ത അപ്പം കഴിക്കണമെന്നാണ് നമ്മളിങ്ങനെ പറയുന്നത്. പുളിപ്പിക്കാൻ ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. ഒരുപാട് പുളിക്കത്തില്ല. മാവൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് കുഴച്ച് വെക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ ഇത് കണ്ടോ, മാവ് ഈ പരുവത്തിലിരിക്കണം. ഒരുപാട് കുറുകി പോയാൽ നമ്മൾ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊട്ടിയൊക്കെ പോകും. അത് കാരണം നമ്മൾ ഒരുവിധം ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ പരുവത്തിലിരുന്നാൽ മതി. അടയുടെ പരുവമല്ല, നല്ല ദോശയുടെ പരുവമല്ല. നമ്മൾ ഈ പെസകാടെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം അടുക്കളയൊക്കെ നല്ലപോലെ ഒന്ന് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴുകി റെഡിയാക്കി വൃത്തിയൊക്കെ അടുക്കളയൊക്കെ ആക്കി കഴിഞ്ഞ് വേണം അപ്പം ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ ഈ ഓശാന ഞായറാഴ്ച കിട്ടുന്ന ഓലയുടെ അറ്റത്തുനിന്ന് നമ്മൾ ഓല കട്ട് ചെയ്ത് എടുത്തിട്ട് കുരിശാകൃതിയിൽ വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഓല കുരിശായിട്ട് വെക്കുന്നില്ല. അത് നിങ്ങൾ പിന്നെ ഓശാന ഞായറാഴ്ച കിട്ടുന്ന ഓല നമ്മൾ പെസകായ്ക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ ഒന്ന് വെക്കാം. നമ്മൾ പുളിക്കാത്ത അപ്പം ഉണ്ടാക്കുന്നത്, പക്ഷേ സോഫ്റ്റായി മാവൊന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു അരമണിക്കൂർ വെക്കാം. ആ സമയത്ത് ഞാൻ നമുക്ക് അപ്പത്തിൻ്റെ പാലുണ്ടാക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. മാവ് ഒത്തിരി പുളിച്ചൊന്നും പോയിട്ടില്ല, നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അപ്പച്ചമ്പിലോട്ട് ആദ്യം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് അപ്പച്ചമ്പ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാവ് മാറ്റാം. ഒരുപാട് പൊങ്ങിയൊന്നും വരത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒരുവിധം നിറച്ച് തന്നെ പാത്രത്തിൽ എടുക്കാം. നമ്മൾ ഈ കുരിശോലയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ കുരിശോല വെച്ച് നമ്മൾ ഓശാന ഞായറാഴ്ചയുടെ ഇല കിട്ടുന്നത് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിപ്പം വേവിപ്പിക്കാൻ വെക്കാം. ഇതൊരു 25 മിനിറ്റേലും വേണം. ഉഴുന്നും അരിയൊക്കെ അല്ലേ വെന്ത് വരാൻ. നമുക്കൊരു അപ്പച്ചമ്പിനകത്തോട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ പാലുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഈ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് പാലുണ്ടാക്കാൻ വേണ്ടി. 2 വലിയ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആദ്യം പിഴിഞ്ഞെടുക്കും. അത് തലപ്പാൽ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം ഒന്ന് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കണം. ആ പാലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു വലിയ ഒഴുത്ത ശർക്കരയുടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്.
ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് അലിപ്പിച്ചെടുക്കണം. കാരണം കല്ലൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് അരിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് ഇതൊന്ന് ഉരുക്കാൻ വെക്കാം. ആദ്യം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് തലപ്പാൽ എടുക്കാൻ വേണ്ടി. നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ബാക്കി തേങ്ങ ഞാൻ മിക്സിക്കകത്തൊന്ന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ നമുക്ക് തേങ്ങാപ്പാലിങ്ങനെ കിട്ടും. ഈ ആദ്യം പിഴിയുന്ന പാൽ നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് ഈ പാലുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. തലപ്പാൽ എടുത്തു കഴിഞ്ഞ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിക്കകത്ത് 2-ാം പാലും 3-ാം പാലും പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും തലപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുവാണ്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ തേങ്ങ ഒന്നും കൂടെ മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടിയും പിഴിഞ്ഞെടുക്കാം. ആവശ്യമനുസരിച്ച് പിന്നെ വേണമെങ്കിൽ തേങ്ങ നമ്മൾ കളയില്ല, പച്ചവെള്ളം ചേർക്കാതെ തേങ്ങയ്ക്കകത്ത് പാലിനകത്ത് തന്നെയാണ് എടുക്കുന്നത്. അത് കാരണം പിന്നെ കുറുകിപ്പോയാലും അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആ തേങ്ങ തന്നെ പിഴിഞ്ഞ് നമുക്ക് റെഡിയാക്കി അതിനകത്തുനിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ കട്ട കെട്ടാതെ ആദ്യം ഒന്ന് ഈ 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചത് കൊണ്ട് നമ്മളിതുപോലെ നല്ലപോലെ ഒന്ന് കട്ട കെട്ടാതെ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തേച്ച് വേണം ബാക്കി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ. നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാൻ നമുക്ക് ഈ അരിപ്പൊടി. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ നല്ല അരിപ്പൊടി ഒട്ടിപ്പോകും. അത് നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുണ്ട് കട്ട എല്ലാം പോയിട്ട് അരിപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ 2-ാം പാലും 3-ാം പാലും തേങ്ങാപ്പാലും എടുത്ത് വെച്ചത് ഒഴിക്കാം. അപ്പം നമുക്ക് ഈ സമയത്ത് തന്നെ ഞാൻ ശർക്കര ഒന്ന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതായത് ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിച്ച് ചേർക്കാം. കല്ല് കാണും, നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് അധികം കല്ലൊന്നും വന്നിട്ടില്ല, എന്നാലും നമ്മൾ ചിലപ്പോൾ ഒന്ന് അരിച്ചില്ലെങ്കിൽ കല്ല് കാണും. അത് കാരണം നമ്മളൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നത്. ഇത് നമ്മളിനി ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്ക് ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കാം. ഗ്യാസിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ശ്രദ്ധയോടെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ താഴെ ഒട്ടിപ്പിടിക്കാതെ തിളച്ചൊന്ന് വേവുന്നത് വരെ നമുക്ക് ഇളക്കണം. പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇത് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും ജീരകം പൊടിച്ചതും കൂടിയും ചേർക്കണം. നല്ല പാലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം പാല് കണ്ടോ നമുക്ക് നല്ലതുപോലെ തിളച്ച് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഇരിക്കുമ്പം പെട്ടെന്ന് ഒത്തിരി കുറുകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് അരിപ്പൊടി ഒന്ന് തിളയ്ക്കുന്ന ആ സമയത്തിന് വെന്ത് കിട്ടും. ഒരുപാട് നേരം പിന്നെ വെച്ച് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ഈ പരുവത്തിലിരിക്കണം, തീരെ നീണ്ട് കിടക്കല്ല. ഗ്യാസ് നമ്മൾ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ തലപ്പാൽ ഒഴിക്കുകയുള്ളൂ. 2 മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഇത് നമുക്കിപ്പം ഗ്യാസ് ഓഫാക്കാം. ഞാൻ ഇച്ചിരി ഏലക്ക പൊടിച്ചതും ഇച്ചിരി ജീരകം പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഇടുവാണെങ്കിൽ ചുക്കുപൊടി ഇടുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചുക്കുപൊടി ആണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ജീരകം പൊടി ഏലക്കപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ ചേർത്തത്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കാം. നമ്മുടെ പെസഹയുടെ പാല് നല്ല റെഡിയായി. അപ്പം നമ്മുടെ ഒരുവിധം റെഡിയായി ഇരിക്കുകയാണ്. 10-25 മിനിറ്റായി. നമുക്ക് അപ്പം ഒന്ന് നോക്കാം. ഇപ്പം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പവും വെന്ത് കാണും. നമുക്ക് നോക്കാം. അപ്പം നല്ല വെന്ത് റെഡി ആയിരിക്കുക. നമുക്കിപ്പം ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ പെസഹാപ്പവും പാലും നല്ല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇച്ചിരി ഈ പെസഹാപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊന്ന് ഭക്തിയോടെ ആദ്യം ഒന്ന് കുരിശ് വരച്ചിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. എൻ്റെ മമ്മിയൊക്കെ എന്നോട് പറയുമായിരുന്നു നമ്മൾ സ്വർഗസ്നായൊക്കെ ഒന്ന് ചൊല്ലി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് വേണം അപ്പമൊക്കെ ഉണ്ടാക്കാനെന്ന്. ഇത് ഞാനിപ്പം നേരത്തെ മുമ്പിലത്തെ ദിവസം ഉണ്ടാക്കി കാണിക്കുന്നത് കൊണ്ടാണ് കുരിശ് വെക്കാത്തത്.
പൊരിച്ച് വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ, എന്നാലേ നമ്മുടെ പെസഹാപ്പം അനുസരിച്ചാവുള്ളൂ. എല്ലാവരും അറിയത്തില്ലാത്തവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ പ്രാവശ്യം പെസഹാപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം.